ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ മലായി ടിക്ക റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ റെഡിയാക്കി നോക്കിയാൽ അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവർക്കും ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എല്ലില്ലാത്ത ചിക്കനാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് ഫസ്റ്റ് മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഫസ്റ്റ് മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് മല്ലിയിലയാണ്. അപ്പോൾ ഈ ഒരു മല്ലിയില ഈ ഒരു കെട്ടിന് 5 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയൊക്കെ കിട്ടും. അപ്പോൾ ഇതിൽ നിന്നൊരല്പം മല്ലിയില നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതിന് അതിൻ്റെ മൂടെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ മല്ലിയില ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഒടിച്ചിട്ടാൽ മതി. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളക് എടുക്കാം. ഞാനിവിടെ ഒരു 6-7 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് ഇതേപോലെ ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പച്ചമുളകും മല്ലിയിലയും കൂടെ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ മല്ലിയിലയും പച്ചമുളകും നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈ ഒരു മസാല നമുക്ക് ചിക്കനിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ ആദ്യത്തെ മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചിക്കനിൽ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ഫസ്റ്റ് മസാലയെല്ലാം നല്ല രീതിയിൽ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള അടുത്ത മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചാറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള പാക്കറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരല്പം വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് മിക്സിയുടെ ജാറിലോട്ടൊന്ന് പേസ്റ്റാക്കി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരല്പം കസ്തൂരി മേത്തി കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളെ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു കസ്തൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ കറക്റ്റ് ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഇത് റെഡിയാക്കണമെങ്കിൽ ഇത് മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾ ആഡ് ചെയ്യണം. ഇനി ഇതിലോട്ട് ഞാനൊരു അല്പം ഒരു ചെറിയൊരു ക്യൂബ്സ് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തായിട്ട് നമുക്ക് ബട്ടർ വേണം. ഒരു അല്പം ബട്ടർ എടുത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുക്കി ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാകും. ഒന്ന് ഉരുക്കി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റായിട്ട് ഒറിഗാനോ ഒരു ടേബിൾ സ്പൂണോളം ഒറിഗാനോയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലോട്ട് ഫ്രഷ് ക്രീമും കൂടെ 1-1.5 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ടിട്ടിട്ട് നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിലെ മസാലയെല്ലാം നല്ല രീതിയിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നല്ല ചൂടായ ഫ്രൈ പാനിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ബൗളിലോട്ട് വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ചൂടാക്കി ഒഴിച്ചതിന് ശേഷം ആ മസാലയെല്ലാം ബൗളിൽ നിന്ന് നല്ല രീതിയിലൊന്ന് നമുക്ക് വടിച്ച് ആ ഒരു ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ഓയിലോ വെള്ളമോ ഒന്നും ചേർക്കാൻ പാടില്ല. ഒരല്പം ബട്ടർ മാത്രം ഇതേപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഉരുക്കി വീണ്ടും ആ ബൗളിലുള്ള മസാല ഒന്ന് നല്ല രീതിയിലൊന്ന് നമുക്ക് ആ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ ചിക്കൻ അടച്ച് വെച്ച് വേവിച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമാണ് ഇതെത്രയും നമ്മൾ കാണുന്നത്. അപ്പം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട. ഇനി ഒരു ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. കാരണം എല്ലില്ലാത്ത ചിക്കനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്കിതിനൊന്നും മസാല ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടി ഒരു ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ചിക്കൻ ഒരു 50-60% വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ചും കൂടെ അതിൻ്റെ മസാല ഒന്ന് വറ്റിച്ചെടുക്കാറുണ്ട്. അതിന് വേണ്ടി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെ ചിക്കനിലെ മസാലയെല്ലാം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. തോനെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്രേവിയും കൂടെ ഇനി നമുക്ക് അടുത്ത ഒരു മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഗ്രേവി ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ഗ്രേവി വേണ്ട. നമുക്ക് ഇതേപോലെ ഇത്ര തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഒരു ചിക്കൻ പീസ് എടുത്ത് മാറ്റാം. വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് ചിക്കൻ പീസ് എല്ലാം എടുത്തൊന്ന് മാറ്റാം. ഇപ്പോൾ ചിക്കൻ പീസ് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഗ്രേവി നമ്മൾ കുക്ക് ചെയ്ത ആ പാത്രത്തിൽ തന്നെ നമ്മൾ വെച്ചിരുന്നാൽ മതി. പിന്നെ ഞാൻ ഇതേപോലെ ഒരു കുറച്ച് ബട്ടർ ഉരുക്കി അത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഗ്യാസ് ഒന്ന് ഓണാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു ഗ്രില്ല് ഞാൻ ഗ്യാസിൻ്റെ ടോപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കുറച്ച് ഈ ഗ്രില്ലിൻ്റെ മുകളിൽ വെച്ച് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. എന്നിട്ട് ഒരേ ഭാഗം നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ഈ ബട്ടർ അതിൻ്റെ മുകളിലായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും ഈ ഒരു രീതിയിൽ ഗ്യാസിൻ്റെ ടോപ്പിൽ ഇതേപോലെ ഒരു ഗ്രില്ല് വെച്ചതിന് ശേഷം നമുക്ക് ബട്ടർ തേച്ച് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ കടയിൽ കിട്ടുന്ന ആ ഒരു ചിക്കൻ ടിക്കയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതേപോലെ ഒന്ന് ഗ്രില്ല് ചെയ്ത് ഒന്ന് ഒരു സ്മോക്കി അടുപ്പിച്ച് എടുക്കുന്നത്. അപ്പം നമ്മൾ എല്ലാം ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പുണ്ട്. അതും കൂടെ ചെയ്താൽ നമ്മളുടെ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഫ്രഷ് ക്രീം ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു ടിന് ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പകുതിയോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ തൈരും ഈ ഫ്രഷ് ക്രീമും കൂടെ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ക്രീമും തൈരും നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ്റെ ആ മസാലയിലോട്ട് ഈ ക്രീമും ഈ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഗ്യാസ് ഓണാക്കി നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കനും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു ക്രീമും ഇതെല്ലാം നമ്മൾ ആ മസാലയെല്ലാം ഈ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇതിലോട്ട് ഒരല്പം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരല്പം മല്ലിയില. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ചിക്കൻ മലായി ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ മലായി ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സർവിങ് പ്ലേറ്റിലോട്ട് സർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ സർവ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഒന്ന് ചൂടാക്കി ഒന്ന് ഉരുക്കി ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരല്പം മല്ലിയിലയും ഫ്രഷ് ക്രീമും ഒഴിച്ച് നമുക്ക് സർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ചിക്കൻ മലായി ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് റെഡിയാക്കി കൊടുത്താൽ അവർ ഉറപ്പായിട്ടും പറയും നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണെന്ന്. അപ്പോൾ നിങ്ങൾ
തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾക്ക് ഈ വരുന്ന ഇഫ്താറിന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.